ഹര ഹര നമ പാർവതീ പതേ. ഹര ഹര നമ പാർവതീ പതേ. പരിപാവനമായിരിക്കുന്ന നിഷ്കളങ്കേശ്വരിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവരായിരിക്കുന്ന പാണ്ഡവന്മാർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 5 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതായിരിക്കുന്ന സ്ഥാനമാകുന്നു ഈ നിഷ്കളങ്കേശ്വരം. മഹാഭാരത യുദ്ധം കഴിഞ്ഞതായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ധർമ്മപുത്രരുടെ മനസ്സ് വല്ലാതെ കണ്ട് വേദനിച്ചു. അങ്ങനെ വല്ലാതെ കണ്ട് വേദനിച്ച സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പാണ്ഡവന്മാർ ദ്വാരകാപുരി ചെന്ന് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. ഭഗവാൻ ധർമ്മപുത്രരെ വിളിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു, കരുണാമയനായിരിക്കുന്ന മഹാദേവരെ ഭജിക്കുകയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. ഭഗവാൻ ഒരു പശുവിനെയും ഒരു കൊടിയും, അതായത് ഒരു കറുത്ത കൊടിയും ഒരു പശുവിനെയും ധർമ്മപുത്രരെ ഏൽപ്പിക്കുകയാണ്. ഈ പശു സ്വതന്ത്രമായിട്ട് നടക്കും. ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തുന്ന സമയത്ത് ഈ പശു അവിടെ നിൽക്കും, അതിൻ്റെ നിറം മാറും. അപ്പോൾ എവിടെ വെച്ചാണോ ഈ പശുവിൻ്റെ നിറം മാറുന്നത്, എവിടെയാണോ ഈ പശു നിൽക്കുന്നത്, അവിടെ പ്രതിഷ്ഠിക്കുക, മഹാദേവരെ ഭജിക്കുക, അവിടെ ഇരുന്ന് മഹാദേവരെ ഭജിക്കുക. ബാക്കി നിർദ്ദേശങ്ങൾ മഹാദേവർ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് ഭഗവാൻ ഈ പാണ്ഡവരെ അറിയിക്കുകയാണ്. അങ്ങനെ നല്ലൊരു മുഹൂർത്തം നോക്കി ഈ പശുവിനെ തുറന്നു വിട്ടു. ഈ പശു ആവട്ടെ സമുദ്രതീരത്തിലൂടെ നടന്നു സൗരാഷ്ട്ര ഭൂമിയിലേക്ക് പ്രവേശിച്ചു. കറുത്ത കൊടിയും പിടിച്ച് ധർമ്മപുത്രരും മറ്റ് പാണ്ഡവന്മാരും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അനവധി ദൂരം നടന്ന് ഇന്ന് കോലിയാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുജറാത്തിലെ ഭാവ്നഗർ നഗരത്തിനടുത്തായിട്ട് ഒരു 30 കിലോമീറ്റർ അകലെയായിട്ട് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊലിയാക്ക് എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗമായിട്ടാണ് ഈ പശു നിന്നത്. കൃത്യമായിട്ട് പറഞ്ഞ കരയിൽ നിന്ന് 1 കിലോമീറ്റർ 200 മീറ്റർ വിട്ടിട്ടാണ് ഈ പശു നിന്നത്. അവിടെ വെച്ച് ഈ പശുവിൻ്റെയും കൊടിയുടെയും നിറം മാറി. കറുത്ത പശു വെളുത്ത പശുവായി, കറുത്ത കൊടി വെളുത്ത കൊടിയായിട്ട് തീർന്നു. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഓർമ്മയിൽ വന്ന ഈ പാണ്ഡവന്മാർ കഠിനമായിട്ട് മഹാദേവരെ ഭജിച്ചു. മഹാദേവർ അവർക്ക് ദർശനം കൊടുത്ത് 5 ശിവലിംഗങ്ങൾ ഈ പഞ്ചപാണ്ഡവന്മാർക്കായിട്ട് പ്രദാനം ചെയ്തു. അവരുടെ ഉള്ളിൽ നിന്ന് പാപത്തെ നിശേഷം ഇല്ലാതാക്കി തീർത്തു, പാപവാസനയോട് കൂടിയിട്ട്. അങ്ങനെ പാപത്തെ ഇല്ലാതാക്കി തീർക്കുന്നതായിരിക്കുന്ന പരമേശ്വരൻ, കളങ്കം എന്ന വാക്കിന് പാപം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ പാപത്തെ മുഴുവൻ ഇല്ലാതാക്കി തീർക്കുന്ന ആ മഹാദേവര് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദം നിഷ്കളങ്കൻ, നിഷ്കളങ്കേശ്വരൻ എന്ന പേരിൽ ഈ സ്ഥാനം അറിയപ്പെട്ടു. 5 ശിവലിംഗങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ധർമ്മപുത്ര മഹാരാജാവ് പ്രതിഷ്ഠിച്ച ശിവലിംഗമാകുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് അർജുനൻ പ്രതിഷ്ഠിച്ച ശിവലിംഗവും ആ വളരെ വലിയതായിരിക്കുന്നത് ഭീമസേനൻ പ്രതിഷ്ഠിച്ച ശിവലിംഗവുമാണ്. തുടർന്ന് ആ ഒരു വശത്തേക്ക് നോക്കിയാൽ അവിടെ നകുല സഹദേവന്മാരാൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ശിവലിംഗങ്ങളാണ് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ കേവലം 2-2.5 മണിക്കൂർ സമയം മാത്രമാണ് നമുക്ക് ദർശനം കിട്ടുക. ബാക്കി സമയം മുഴുവൻ ഈ ക്ഷേത്രം സങ്കേതം ജലത്തിൻ്റെ അടിയിലാണ്. ആ വേലിയിറക്ക സമയത്ത് മാത്രമേ നമുക്ക് ദർശനം ലഭിക്കുകയുള്ളൂ. വേലിയേറ്റ സമയത്ത് ഈ കാണുന്ന കൊടിമരം, ആ കാണുന്ന കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളതായിരിക്കുന്ന ആ വെള്ള റിങ് വരെയാണ് ജലം കയറുക. അതായത് ഏകദേശം ഒരു 5 ആളുടെ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആരാണോ ഗുർജര ദേശത്തുള്ളതായിരിക്കുന്ന സാഗരത്തിൻ്റെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യണ ഈ നിഷ്കളങ്കേശ്വരനെ വന്ന് തൊഴുന്നത്, നമസ്കരിക്കണത്, അവരുടെ ഉള്ളിൽ നിന്ന് സർവ്വപാപങ്ങളും വാസനയോടുകൂടിയിട്ട് ഇല്ലാതായിത്തീരും എന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ കടാക്ഷം നമ്മോടൊപ്പം വന്ന എല്ലാ ബന്ധുക്കൾക്കും കരുണാമയനായിരിക്കുന്ന മഹാദേവരുടെ കടാക്ഷം നല്ലവണ്ണം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
ഹര ഹര നമ പാർവതീ പതേ നമ പാർവതീ പതേ